ധരാലി ദുരന്തത്തെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ ഹർസിലും ഗംഗോത്രിയിലും കുടുങ്ങിയവരെ ഹെലികോപ്റ്റർ മാർഗം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. വ്യോമസേന ഹെലികോപ്റ്ററിൽ റിപ്പോർട്ടർ സംഘവും ഉത്തരകാശിക്കടുത്തുള്ള ദരാസുവിലെത്തി. പി ആർ സുനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹർസിലാണ് റിപ്പോർട്ടർ സംഘം ഉള്ളത്. ഏതായാലും ഇനി ഹർസിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഹെലികോപ്റ്റർ മാർഗം പുറത്തേക്ക് പോകാനേ സാധിക്കൂ. ഏതായാലും ഇപ്പോൾ വായുസേനയുടെ ഈ ഹെലികോപ്റ്ററിൽ നമ്മൾ ഇവിടെ നിന്ന് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വായുസേനയുടെ ഈ ഹെലികോപ്റ്ററിൽ നമ്മൾ ഉത്തരകാശി മേഖലയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നടന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല. നമ്മൾ ഒരുപാട് നടന്നൊക്കെയാണ് ഈ ഹർസിലേക്കും ദരാളിയിലേക്കും ഒക്കെ തന്നെ എത്തിയത്. ഏതായാലും കരസേന ഇപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അറിയിച്ചിരിക്കുന്നു. ഏതായാലും ഇവിടെയൊക്കെ തന്നെ ഇപ്പോഴും കുടുങ്ങി കിടക്കുന്നവരെ ഇവിടെ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റം നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്. ഇപ്പോൾ നമ്മൾ ഹെലികോപ്റ്ററിൽ കയറി. ഇതൊരു റെസ്ക്യൂ ഹെലികോപ്റ്ററാണ്, വായുസേനയുടെ റെസ്ക്യൂ ഹെലികോപ്റ്റർ. ഇപ്പോൾ ഈ ഹർസിൽ മേഖലയിൽ കുടുങ്ങിയവരെ ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ റെസ്ക്യൂ ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. पिछले 4 दिन से यहाँ फंसे हुए हैं और आज जो हम आ रहे हैं फर्स्ट सिर्फ मुझे मेरी आर्मी की वजह से आ रहा हूँ. पुलिस वाले काम जरूर कर रहे हैं लेकिन वो बहुत पार्शलिटी कर रहे हैं. मतलब मैं आज बहुत उससे बोल रहा हूँ. ഹർസിൽ നിന്ന് നമ്മളിപ്പോൾ ദരാസുവിലെത്തിയിരിക്കുകയാണ്. ഉത്തരകാശിയിൽ നിന്ന് 15 കിലോമീറ്റർ അപ്പുറത്താണ് ദരാസു. ദരാസുവിലെ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ഒരുപാട് നടന്നും മലയിറങ്ങിയും മല കയറിയുമൊക്കെയാണ് നമ്മൾ ഈ ഒരു ഹർസിൽ മേഖലയിലേക്ക് വന്നത്. ഏതാണ്ട് 10-30 കിലോമീറ്ററോളം നടന്ന് ഒരു ദുഷ്കരമായ യാത്രയായിരുന്നു. പക്ഷേ ഹർസിലിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു സഹായത്തോടെ, ഇന്ത്യൻ ആർമിയുടെ സഹായത്തോടു കൂടി ഇപ്പോൾ റിപ്പോർട്ടർ സംഘം സുരക്ഷിത മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദരാസു മേഖലയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് റോഡ് മാർഗം പോകാൻ കഴിയും. ഈ ഹർസിൽ മേഖലയിലെ ഒരു സാഹചര്യം, അവിടെ ഇപ്പോഴും റോഡുകൾ പുനഃസ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിച്ചിട്ടേയില്ല. ഏതായാലും അവിടുത്തെ കാഴ്ചകളായിരുന്നു നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ കാണിച്ചത്. ഇപ്പോൾ നമ്മൾ ഹർസിൽ മേഖലയിൽ നിന്ന് നമ്മൾ ദരാസുവിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ. ദരാസുവിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം പി ആർ സുനിൽ, ഇൻ റിപ്പോർട്ടർ.